അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുർ റജാ റിയാദുസ് സാലിഹീനിലെ അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്നതിലെ ഇണ്ട് 430 ഹദീസ്. ഇന്നത്തെ ഹദീസിൽ വിവരിക്കപ്പെട്ടത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലുന്ന ഹദീസായിട്ടുണ്ട്. അതായത് ഈ സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോന് ഇവിടെ മക്കത്തേക്കാൾ ഒരു 150 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പക്ക മരിക്കും. ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോൻ. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുദൈദ് എന്ന ജാഗയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അസ്ഫാൻ ചൊല്ല ജാഗയിൽ വെച്ചിട്ടോ മരിക്കലേറ്റിക്കണം. അപ്പൊ അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് എന്നാല് വിളിച്ചിട്ട് നോക്കറു മനുഷ്യന്മാരൊക്കെ എത്ര ആൾമാർ സേരിടാർ ഒരു അന്തജ് എത്ര ആളാവും. അപ്പൊ അയാൾ ചൊല്ല് അങ്ങനെ 40 ആൾ കലി വേണ്ടി കേൾക്കും. ഇല്ല 40 ടീയാറോ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നാം മയ്യത്തെടുക്കുക, ജനങ്ങൾക്ക് നിസ്കരിക്കട്ടെ. എന്നിട്ട് ചൊല്ല് ഏതെങ്കിലും ഒരു മയ്യത്തുക്ക് 40 ആള് നിസ്കരിച്ചാൽ എങ്ങനത്തെ 40 ആള് നല്ല ഈമാനുള്ള ശിർക്കൊന്നും വെക്കാത്ത 40 ആള് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കുന്നത്? അള്ളാഹു അങ്ങനെ ഷഫാത്ത് സ്വീകരിക്കണം. അങ്ങനെ ഷഫാത്ത് സ്വീകരിക്കണമെങ്കിൽ മയ്യത്ത് നിസ്കരിക്കണങ്ങ അവിടെ നിന്നിട്ട് അള്ളാഹുമ്മ ഗുഫിർ ലഹു അല്ലെ, മൂന്നാമത്തെ അള്ളാഹു അക്ബർ കൈ കെട്ടിട്ട് ഫാത്തിഹ ഓതിട്ട് പിന്നെ കൈ കെട്ടിട്ട് സലാത്ത് ചെന്ന് മൂന്നാമത്തെ അള്ളാഹു അക്ബർ കൈ കെട്ടിട്ട് അള്ളാഹുമ്മ ഗുഫിർ ലഹു, പടച്ചവനെ ഈ മയ്യത്തുക്ക് നീ പുറത്തു കൊടു, ഈ മയ്യത്തുക്ക് നീ റഹ്മത്ത് ചെയ്യും എന്നിങ്ങനെ ഈ മയ്യത്തുക്ക് വേണ്ടി ദ്വാരക്കലായിരിക്കും. അപ്പൊ ഇത് ചൊല്ലുക അങ്ങക്ക് ഷഫാത്ത് ചെയ്ത് ഷഫാത്ത് ചൊല്ലുന്ന ഈ മയ്യത്തുക്ക് പുറത്തു കൊടുക്കുകയും ഈ മയ്യത്തുക്ക് സ്വർഗീയ നിയമത്തുകളെ കൊടുക്കുകയും ഈ മയ്യത്തിലെ കബർ വിശാലമാക്കി കൊടുക്കുകയൊക്കെ അള്ളാഹുടട്ടിയ ദ്വാരക്കല് അള്ളാഹുടട്ടിയ ചൊല്ല്. അപ്പൊ ഞങ്ങൾ റെക്കമെൻഡ് ചൊല്ല്, ഞങ്ങൾ പിന്നറാലിട്ട് ചൊല്ല് ഇങ്ങനെ ആക്കി കൊടുക്കണം ചൊല്ലത് കഴിക്കുക ഷഫാത്ത് ചൊല്ല്. അപ്പൊ അള്ളാഹുടട്ടി ചൊല്ലെ പടച്ചോനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കും, ഈ മയ്യത്ത് കബർ വിശാലമാക്കി കൊടുക്കും, ഈ മയ്യത്തുക്ക് നീ റഹ്മത്ത് ചെയ്യും, ഈ മയ്യത്ത് സ്വർഗീയ നിയമത്തുകളെ കൊടും ചൊല്ല. അപ്പൊ 40 ആൾ നല്ല ഈമാനുള്ള ആൾക്കാർ വെച്ച് ദ്വാരം നിന്നുണ്ടെങ്കിൽ അള്ളാഹ് അങ്ങനെ ഷഫാത്ത് സ്വീകരിക്കാണ്ടിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടത്. ആര് ചൊല്ലെ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ മോന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോഴായിട്ട് ആളുമാറ് കൂടിയത് ഒരു 40 ആള് മേലാവാൻ അന്തജാക്കിയത് അയക്കായിട്ടിക്കട് ഖുറൈബ് എന്നാല് വിളിച്ചു ചൊല്ലെ. എന്നിട്ട് ചൊല്ലു നോക്കോറ് എത്ര ആൾക്കോറ് 40 ആളിക്കോ 40 ആൾ അതിനേക്കാൾ ആറുണ്ട് എന്നാ മയ്യത്ത് നിസ്കരിക്കാം എന്താ നബി തങ്ങ ഇങ്ങനെ ചൊന്നത് എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് മാത്രമല്ല വേറെ ഹദീസിൽ 100 ആൾ നിസ്കരിച്ചെങ്കിൽ അല്ല 3 സഫ് നിസ്കരിച്ചെങ്കിലും ആ മയ്യത്ത് കള്ള പുറത്തു കൊടുക്കണ ഹദീസുകളിലുണ്ട്. അപ്പൊ ഇതില് ആളുമാറ് കൂട്ടത്ര മയ്യത്ത് നിസ്കാരത്ത് ആളുമാറ് കൂട്ടത്ര നല്ലതായിട്ടിരിക്കുന്നത്. അപ്പൊ മരിച്ചു പോയ ഒരാൾക്ക് ഞങ്ങളെ കയ്യിലാക്കുക അവിടെ ഹെൽപ്പ് ആണ്, പൈസ കൊടുക്കണം, ചോറ് കൊടുക്കണം, മയ്യത്തുക്ക് എന്താക്കുക ആവില്ലേ അല്ലെ? മയ്യത്തുക്ക് ഞങ്ങൾ ഹെൽപ്പാക്കിടുന്നതിന് ദ്വാരന്നിട്ട് ആ മയ്യത്തിന് പരലോകം രക്ഷപ്പെടുത്തുക നമുക്ക് സാധ്യമുള്ളൂ. ഏനെ ഒരു 40 ആൾ നല്ല ശരിയൻ കണ്ടെങ്കിലും മെയ്യ എല്ലാവരും 3 സഫ് തന്നെ നിസ്കരിച്ചെങ്കിലും ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്നുണ്ടൊക്കെ ഇല്ലേ. അപ്പോ മയ്യത്ത് നിസ്കാരത്തെ ഒന്ന് ഞങ്ങൾ കൂടണം. മയ്യത്ത് നിസ്കാരത്തിൽ അതിൽ ഈ ഹദീസിൽ അതും കൂടി പ്രേരിപ്പിക്കലുണ്ട്. അപ്പൊ ഞങ്ങൾ റജാ അള്ളാഹു പുറത്തു തണ്ടവൻ അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കണേ എന്ന ബാബുലായിട്ട് ഈ ഹദീസ് കൊണ്ടുവേണ്ടത്. അപ്പൊ കുറെ ആൾമാർ സേരിയിട്ട് ആ മയ്യത്തുക്ക് നിസ്കരിക്കുമ്പോൾ ആ മയ്യത്തുക്ക് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുക, ആ മയ്യത്തുക്ക് സ്വർഗീയ നിയമത്ത് കിട്ടുന്നത് കാരണമാവും. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് പ്രവേശിക്കാം. وعن ابن عباس رضي الله عنهما അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ചൊല്ല് സമീഅതു നാ കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തങ്ങൾ ചൊല്ലതായിട്ട് കേട്ട മാമിൻ റജുലിൻ മുസ്ലിമായ ഒരു മനുഷ്യൻ യമൂതു മരിക്കുന്നു ഫയഖൂമ അലാ ജനാസതിഹി 40 റജുലൻ ആ ജനാസ മയ്യത്ത് നിസ്കാര ആ മയ്യത്തുക്ക് 40 ആൾ നിസ്കരിച്ചാറ് ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ അള്ളാഹുടെ കൊണ്ട് ഒന്നും ശിർക്ക് വെക്കാത്ത, അതായത് നല്ല ഈമാനുള്ള ആളുമാർ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി ആ മനുഷ്യനിൽ അങ്ങ് ചെയ്ത ഷഫാത്ത് അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കില്ല. അങ്ങനെ ഷഫാത്ത് ചൊന്നെങ്കിൽ ഓനുക്ക് ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്ന അള്ളാഹുടെ ചൊല്ലി
ഓനക്ക് സ്വർഗീയ നിയമത്തിൽ കൊടുക്കുന്ന അള്ളാഹുടെ ടീച്ചല്ലേ, ഓനക്ക് കബർ വിശാലമാക്കി കൊടുക്കുക അള്ളാഹുടെ ടീച്ചല്ലേ. അപ്പൊ ആ ഷഫാത്ത് അള്ളാഹ് അങ്ങാക്കടെ ഷഫാത്ത് ഓനുകാക്കടെ ഷഫാത്ത് അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കില്ല. ആര് ചൊല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതായിട്ട് ഞാൻ കേട്ടേണ്ട. ആര് ചൊല്ലേ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലേ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസായിരിക്കും. അപ്പോൾ കുറേ ആൾമാർ മയ്യത്ത് നിസ്കാരത്ത് ആൾമാർ കൂടണം. ആൾമാർ കൂടുവാനായിട്ട് കുറേ നേരം കാക്കണ്ട. ഞങ്ങെന്താക്കണം, ഒരു മരിച്ചവിടേക്ക് പോകേണ്ടത് മയ്യത്ത് നോക്കുകയല്ല. മയ്യത്ത് നോക്കാൻ അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തൊന്നും ഇല്ല. അതങ്ങനത്തെ അയാത്ത് കാലത്ത് നോക്കേണ്ട ആൾമാരെങ്കിൽ മരണത്തിൽ പിന്നെ നോക്കാം. എന്നല്ലാണ്ട് മയ്യത്ത് പോയെല്ലാം മയ്യത്ത് നോക്കുക എന്നതൊരു സുന്നത്തായ സ്വരന്തുമല്ല. നോക്കാണ്ടിരിക്കല നല്ലത്. പിന്നെ ബാപ്പാണ്ട് കണ്ടെങ്കിൽ മക്ക നോക്കണം, മക്കാൻ കണ്ടെങ്കിൽ ബാപ്പ നോക്കണം. അങ്ങനത്തെ അടുത്ത ബന്ധം നോക്കണം. വലിയ ആലിമീങ്ങളും മഷായിഖുമാരുണ്ടെങ്കിൽ നോക്കണം. അതൊക്കെ വറക്കത്തെല്ലാം ആഗ്രഹിച്ചും അയാത്ത് കാലത്തക്കുള്ള ആ ബന്ധം വെച്ചിട്ട്. എന്നല്ലാണ്ട് കിറ്റിയങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെ മയ്യത്ത് നോക്കേണ്ടതില്ല. മയ്യത്തിനോടെ പോകണം ചൊല്ലെന്തിരേക്കും, മരിച്ചോടെ പോകണം ചൊല്ലെന്തിരേക്കും. മയ്യത്തുക്ക് ദ്വാരക്കും, നിസ്കാരത്തിൽ കൂടുകയും ദഫനാക്കിയാൽ പിന്നെ അവിടെ ദ്വാരക്കും, ദഫനാക്കിയാൽ പിന്നെ അവിടെ വെച്ച് തസ്ബിയത്ത് ചൊല്ലും. ഇത്തരം കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ ഈ ആൾമാർക്ക് കൂടിയിട്ട് അള്ളാഹുടെ ചൊല്ലുമ്പോൾ അള്ളാഹു ദോഷങ്ങളെ പുറത്തു കൊടുക്കാൻ അള്ളാഹു സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ അകലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാതിർത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഞങ്ങളൊക്കെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.